അല്ലെങ്കിൽ പ്രേമ പറഞ്ഞത് സംഭവിക്കും. ഇതൊക്കെ അവളുടെ സൂത്രമാവാനാ സാധ്യത. എന്നാലും നിങ്ങളൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ അന്വേഷിക്കാം. വേഗം അത് കഴുകിക്കളയണം, അല്ലെങ്കിൽ അപകടമാണ്. പോലീസ് ചോദിക്കുമ്പോ നമ്മൾ മറുപടി പറയേണ്ടി വരും. ഞാൻ തുടയ്ക്കാനുള്ള മോപ്പ് എടുത്തിട്ട് വരാം. അതെ, എവിടെ പോയിന്ന് ഞങ്ങൾക്കറിയില്ല. തറയിൽ ബ്ലഡ് കണ്ടു. എന്തെങ്കിലും അപകടം പറ്റിയൊന്നും അറിയില്ല. റൂബി അവളുടെ അടുത്ത ഫ്രണ്ടാണല്ലോ. റൂബിക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻ ഉണ്ടോന്ന് അറിയാനാണ് ഞാൻ വിളിച്ചത്. ഒരു ഇൻഫർമേഷനും ഇല്ല. സത്യം പറ, എല്ലാരും കൂടെ ചേർന്ന് അവളെ കൊന്നതല്ലേ? ചന്ദ്രയെ കൊല്ലാനോ? ഞങ്ങളോ? എന്തിന്? അതിന്റെ ഉത്തരം കൊന്നവരല്ലേ പറയേണ്ടത്. രക്ഷപ്പെടാമെന്നൊന്നും ഒരുത്തനും വിചാരിക്കണ്ട. തെറ്റ് ചെയ്തവരും തെറ്റിന് കൂട്ടുനിന്നവരും എല്ലാവരും പെടും. ഇതിപ്പോ വാദി പ്രതിയായല്ലോ. ഞങ്ങൾക്കാർക്കും ചന്ദ്രയോട് ഒരു ദേഷ്യമില്ല. ഞങ്ങളാരും ചന്ദ്ര ഒന്നും ചെയ്തിട്ടുമില്ല. ഇതിന്റെ പിന്നില് ഞാനൊരു ഗൂഢാലോചന സംശയിക്കുന്നുണ്ട്. വ്യക്തമായൊരു പ്ലാൻ ഇതിലുണ്ട്. എന്ത് പ്ലാൻ? അതൊക്കെ ഞാൻ വഴിയെ കണ്ടുപിടിച്ചോളാം. ആര്? നിങ്ങളോ? കാണാതായ ഒരാളെ കണ്ടുപിടിക്കേണ്ടത് പോലീസാണ് മിസ്റ്റർ. അതവര് കൃത്യമായിട്ട് ചെയ്തോളും. നിങ്ങളാരും അതിനു വേണ്ടി ബുദ്ധിമുട്ടണമെന്നില്ല. ഞാൻ താലി കെട്ടിയ പെണ്ണിനെയാ കാണാതായിരിക്കുന്നത്. എനിക്കുണ്ട് ഉത്തരവാദിത്വമൊക്കെ. ആ ഉത്തരവാദിത്വം കാണാതാവുന്നതിന് മുമ്പ് കാണിക്കണമായിരുന്നു. ചന്ദ്ര എവിടെ പോയിന്ന് ഉത്തരം പറയേണ്ടത് നിങ്ങളുടെ വീട്ടിലുള്ളവരാ. എനിക്കറിയാം അവരെ കൊണ്ടത് പറയിപ്പിക്കാൻ. റൂബി ഇപ്പൊ സസ്പെൻഷനില്ല, അത് മറക്കരുത്. സസ്പെൻഷനിലാണെങ്കിലും ഡിപ്പാർട്ട്മെന്റിൽ എനിക്കിപ്പോഴും നല്ല സ്വാധീനമുണ്ട്. അതിന്റെ ആഴവും പരപ്പും എത്രയുണ്ടെന്ന് വൈകാതെ നിങ്ങൾക്ക് മനസ്സിലാവും. റൂബിയെ വിളിച്ചത് അബദ്ധമായെന്ന് എനിക്കിപ്പോ തോന്നുന്നത്. റൂബിയെ വിളിക്കാൻ പാടില്ലായിരുന്നു. അതെ, അവരുടെ പേരെന്താ? മരിച്ചുപോയ DOSP നടേശ സാറിന്റെ മോണോ? ആ ശരി. കരയില്ലേ മോളെ, എന്നായാലും ഇതൊക്കെ ചെയ്യേണ്ടതല്ലേ? ഇപ്പൊ തന്നെ വൈകി. ചിതാഭസ്മം അധികകാലം വീഴ്ത്തി വെക്കാൻ പാടില്ലെന്ന്. ഞാനും കൂടി വന്നോട്ടെ. എന്തിന്? അതൊന്നും വേണ്ട. അവനെ രാമേശ്വരത്തേക്കാ പോകുന്നത്.
ഒരുപാട് ദൂരമുണ്ട്. ഞാൻ പോയിട്ട് വേഗം വരാൻ മോളെ. മോൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാ മതി. പ്രാർത്ഥിച്ച ഈ അവസ്ഥയിലെത്തിയത്. പാർവതി, നമ്മുടെ മോന്റെ ചിതാഭസ്മമായിട്ട് ഞാൻ പോകാൻ പോകുന്നേ. അവൻ പോകുമ്പോ കൊള്ളി വെച്ച പോലെയുള്ള ഇത്തരം വർത്തമാനം നീ പറയരുത്. അപ്പൊ എന്റെ സങ്കടത്തിന് ഒരു വിലയില്ലേ? നിന്റെ സങ്കടം പോലെ തന്നെയാ ഇവിടെ എല്ലാവരുടെയും സങ്കടം. ആരുടെയും കുറ്റം കൊണ്ടൊന്നും അല്ലല്ലോ എന്റെ കുഞ്ഞിന് ഗതി വന്നത്. എന്റെ മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ മരിക്കുമ്പോ എനിക്ക് ഉദകക്രിയ നടത്തേണ്ട ആളിനെയാ ഞാനിപ്പം ഒഴുക്കി വിടാൻ പോകുന്നേ. ഏതച്ഛന് സഹിക്കാൻ പറ്റും? എല്ലാവർക്കും വിഷമമുണ്ട്. അത് മനസ്സിൽ ഒതുക്കുന്നു എന്ന് മാത്രം. അച്ഛൻ ഇറങ്ങാൻ നോക്ക്, വണ്ടി തെറ്റണ്ട. വേണമെങ്കിൽ ഞാനും കൂടെ വരായിരുന്നു. വേണ്ട, അതിന്റെ ആവശ്യമൊന്നുമില്ല. എന്റെ മോനെ പറഞ്ഞുവിടാൻ ഞാൻ ഒറ്റയ്ക്ക് മതി. അച്ഛൻ പോയിട്ട് വരാം. കാറ്റിൽ തീരം തീരയും മിഴിനീരിൽ താനെ തളരും നീയോ. പറയാതറിയാതകലെ മറയേ ഉയരാനുലകാണവനെന്നറിയേ തിരികെ വരുവാനരുതാതെ വിടെ മറയും നിനവേ വരുമോ. വന്നു കയറുന്ന പെണ്ണിന്റെ ഭാഗ്യം പോലിരിക്കും ആ വീടിന്റെ ഭാവി. ദോഷങ്ങളുള്ളവർ വന്നാ ദോഷങ്ങൾ തന്നെ സംഭവിക്കും. ഇനിയിപ്പൊ പറഞ്ഞിട്ട് എന്താ കാര്യം? പോകേണ്ടവര് പോയില്ലേ. നല്ലവനായിരുന്നു. അവന് പകരം എന്റെ ജീവൻ എടുത്താൽ മതിയായിരുന്നു. Yeah.